ഗൈസ് അങ്ങനെ കാഠ്മണ്ഡു എത്തിയിട്ടുണ്ട് നമ്മൾ. ഇനി ഇവിടെ നമ്മൾ റൂം ഒന്നിൽ നോക്കിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് നെക്സ്റ്റ് പോകുന്നത്. ഗൈസ് നമ്മൾ കാഠ്മണ്ഡുവിൽ ബസ് കയറി നമ്മൾ പശുപതിനാട് ടെമ്പിളിലാണ് പോകുന്നത്. അവിടെ ഒരു ഹോട്ടലിൽ നമ്മൾ ലഗേജ് വെച്ചിട്ട് പിന്നെ നമ്മൾ സൈറ്റ് സീയിങ് ഇറങ്ങാൻ ചെയ്യുന്നത്. നല്ല ഭയമായിട്ട് നമ്മൾക്ക് ഇങ്ങനെ റൂമിൻ്റെ കീയൊക്കെ തന്നു, ഡ്രസ്സിന് ചേഞ്ച് ചെയ്തോ, റൂം എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല സ്നേഹമില്ല ഭായിമാരാട്ടോ അവിടെ എല്ലാവരൊക്കെ. നമ്മൾ ആ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്, 3ാമത്തെ ഫ്ലോറിലെങ്ങാണ്ടുമാണ്. നമ്മൾ ബാഗൊക്കെ റൂമിൽ വെച്ചു, ടെമ്പിൾ കാണാൻ വേണ്ടി പോവാണ്. പൂജയ്ക്കില്ലാന്ന് തോന്നുന്നു ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഷോപ്പുണ്ട്, പൂജയുടെ ആയിരിക്കും. ടെമ്പിൾ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിലൊക്കെ ഉള്ളൊരു ടെമ്പിളാണ്, നൈസാണ്. ഒരുപാട് നടക്കാണ്ട് മേലോട്ട് നമുക്ക് കുറേ സ്റ്റെപ്പ് ഉണ്ട് ഗൈസ്. പശുപതിനാട് ടെമ്പിളിൽ നിന്ന് ഇറങ്ങി നമ്മൾ നെക്സ്റ്റ് പോണത് ബുദ്ധസ്തൂപ എന്ന സംഭവമുണ്ട്, ബുദ്ധൻ്റെ എന്തോ കാണാൻ വേണ്ടി പോവാണ്. അതായത് നമ്മളെ ബുദ്ധസ്തൂപാൻ്റെ അടുത്തെത്തി. ഫുള്ള് സ്ട്രീറ്റാണ് ഗൈസ് മൊത്തം. ബുദ്ധസ്തൂപയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ബുദ്ധസ്തൂപ ഗൈസ്, നമ്മൾ ബുദ്ധസ്തൂപയിലാണ്. ഇവിടുത്തെ ലോക്കൽ ബസ്സിൽ കയറിയിട്ട് സ്വയംഭൂനാഥ് ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് ശേഷം നമ്മളെ കേബിൾ കാർ കൊണ്ട് പോകുന്നത്. നമ്മൾ സ്വയംഭൂനാഥ് ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. എല്ലായിടത്തും ഒരുപാട് അമ്പലം നമ്മൾ കണ്ട സെയിം ടൈപ്പ് ഓഫ് അമ്പലവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൻ്റെ ബാക്ക് ഭാഗം നമ്മളങ്ങനെ ഗേറ്റിലൂടെ കയറാൻ പോവാണ്. അതിനുള്ളിലൊക്കെ ശംഖ് പോലത്തെ എന്താണ് അത് ഊതി വെച്ചിട്ടുണ്ടാവും തോന്നുന്നു ഗൈസ്. അപ്പം നമ്മൾ സ്വയംഭൂനാഥ് ടെമ്പിളിലെത്തി. സെയിമാണ്, മറ്റേ ബുദ്ധസ്തൂപ പോലത്തെ സംഭവം തന്നെയാണ്, എന്നാലും കാണാം.
അവിടെ എന്തോ മൂവിയുടെ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ കേബിൾ കാർ റൈഡിന് പോവുകയാണ്. നമ്മൾ ലിഫ്റ്റല്ല, ഇത് മറ്റേ പത്താവോ എന്ന് പറഞ്ഞ ഊബറിൻ്റെ പോലത്തെ ആപ്പ് ഉണ്ട്, അതിലാണ് നമ്മൾ ബുക്ക് ചെയ്തത്. നമ്മളെത്താറായിട്ടുണ്ട്. ഏകദേശം ഒരു 4 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ കയറാണ്ട്. അടിപൊളി വ്യൂ ആണ് മേലോട്ട്. നല്ല തണുപ്പുണ്ട് അതിനനുസരിച്ച്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്, കേബിൾ കാർ കയറാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ സ്റ്റേഷൻ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ കയറി പോകണം. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും ചായയൊക്കെ വാങ്ങാൻ വിചാരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അസാധ്യ വ്യൂ ആണ് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. 1320 രൂപയാണ് 2 സൈഡിന് വന്നത്. 1 സൈഡ് കൊടുക്കാം, മറ്റേ സൈഡ് നമ്മൾ നടക്കേണ്ടി വരും. അപ്പോൾ അത് ഭയങ്കര റിസ്ക് ആണെന്ന് പറഞ്ഞു വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 സൈഡ് എടുത്ത് നൈസ് അതിലൂടെ നമ്മൾ കയറുക. നൈസ് ക്ലൈമറ്റ് ആണ് ഇപ്പോൾ. ചെക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ഉള്ളിലേക്ക് കയറി ഗൈസ്. ഗൈസ് ഇതാണ് നമ്മളെ വണ്ടി. അപ്പോൾ നമുക്ക് ഇതിൽ പെട്ടെന്ന് ഇങ്ങനെ കയറണം എന്നൊക്കെ പറഞ്ഞ് വേറെ ആരുമില്ല, നമ്മൾ ഒറ്റക്കുള്ളൂ. നമ്മളങ്ങനെ കേബിൾ കാർ ഇതാ സ്റ്റാർട്ട് ചെയ്തു. നൈസാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്തു. നൈസ് വ്യൂ ആണ് ബാക്കിന്നൊക്കെ. ഗൈസ് അടിപൊളി വ്യൂ ആണ്. താഴത്താണെങ്കിലും ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് ആണെങ്കിലും ഫുൾ നല്ല വ്യൂ. താഴത്ത് ഫുൾ സിറ്റി, മേലെ ഫുള്ള് മല. ഗൈസ് അപ്പം നമ്മൾ കേബിൾ കാർ ഇറങ്ങി. നമുക്ക് കുറച്ച് വ്യൂ കാണാണ്ട് മേലെ, അതും കൂടി കണ്ടിട്ട് റിട്ടേൺ പിന്നെയും കേബിൾ കാറിൽ പോവുക. കേബിൾ കാറിന് ഇഷ്ടം പോകാൻ വേണ്ടി അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ട്. ഗൈസ് നമ്മളെ എക്സിറ്റ് ആയി. പിന്നെ അങ്ങനെ ഇതാഞ്ഞി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരെ നമ്മളെ സാധനം എടുക്കണം, മാർക്കറ്റിൽ പോകണം. അതാണ് പ്ലാന്. ഗൈസ് അപ്പം നമുക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടില്ല. ആര്യൻ ഇവിടെ നേപ്പാളിൽ തന്നെ ഉള്ളതാണ്. 19 വയസ്സാണ്. അടുത്ത വീക്ക് ബർത്ത്ഡേ ആണ്. നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട് സ്വയംഭൂനാഥ ടെമ്പിൾക്ക്. പിന്നെ അവിടെ നിന്ന് നമുക്ക് ലക്ഷ്മി ടെമ്പിൾക്ക് ബസ് കയറണം. ഇപ്പോൾ നമ്മൾ ക്യാബിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് തമിഴിലേക്ക്.
ഹലോ ഗൈസ്, അപ്പം നമ്മൾ തമയിലെത്തിക്കഴിഞ്ഞു. തമയിൽ നല്ല സ്ട്രീറ്റാണ്, ടൂറിസ്റ്റുകളൊക്കെ വരുന്നത്. നൈസാണ്. ഇതാണ് തമയിൽ. നൈസ് ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് തമയിൽ.